ഇവിടെ പെണ്ണ് കെട്ടാൻ പറ്റില്ല ആണുങ്ങൾക്ക്. അതുപോലെ അതേ സ്ഥിതിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആന വരുന്ന നാടാണ്. ഓൾറെഡി ബുക്കിംഗ് ഉള്ള പാർട്ടിക്ക് കിട്ടും, അല്ലാണ്ട് ഇല്ല. അത് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കഞ്ഞി കയറി കുടിച്ചിട്ടാ പോകണമെന്ന് പറഞ്ഞാൽ. ചേട്ടാ, ഈ പ്രദേശത്ത് നേരത്തെ ഇങ്ങനെ അക്രമം ഉണ്ടാകുന്നതാണോ? ആനയുടെ ഉപദ്രവമുള്ള പ്രദേശം? 5 വർഷമായി ഇവിടെ ആനയുടെ ഉപദ്രവം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് 5 വർഷം കൂടുതലായിട്ടുണ്ട്. ഡെയിലി ആന ഇവിടെ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, മിനിയാന്നുണ്ടായിരുന്നു, നാലുണ്ടായിരുന്നു, മിനിയാന്ന് മുറ്റത്ത് അത് തന്നെ സർവത്രാതി ഇതിന്റെ മോളി കാണുന്ന വീട് എൻ്റെ വീട്. ഇവിടെ ഈ വീട്ടുകാരെല്ലാം ഉപയോഗിക്കണ ഈ വെള്ളം. ഇവര് മോട്ടർ അടിച്ചും കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കണം ഇവിടുന്ന്. അത് കുടിവെള്ളം മുടങ്ങിയോന്നോ? ഇവിടെയാണ് പൈപ്പ് വെള്ളമാണ് ഈ വന്നിട്ട് 7 ദിവസമായി. പഞ്ചായത്തിന്റെ പൈപ്പ് വരവുമില്ല, ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങളുടെ ആവശ്യം ഇതിന് എന്തിനു വേണ്ടി പരിഹാരം കാണണം. ഇനിയാണെങ്കിലും ഇതിന് ഇങ്ങോട്ട് ആന വരാത്ത രീതിയിലുള്ളൊരു പരിഹാരം ഞങ്ങൾക്ക് വേണം. അതാണ് ഇത്തരം ഇത് വരുന്നത്. കിണറിനകത്താണ്. ഉണ്ട്. ക്രെയിന് പിടിച്ച് കൊണ്ട് ഇവിടെ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോയി ഒന്നുകൂടെ കോർണാട് ഉണ്ടല്ലോ ഇതിൻ്റെ ഇവരുടെ സംഗത അവിടെയാണല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. അല്ലാണ്ട് ഇവിടെ കയറ്റി വിട്ടിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങളുടെ നാളെ ഇതിലും ഇതായിട്ടാണ് നാളെ വരുന്നത്. ഇതിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. 5:30 ആയപ്പോഴാണ് ഇതിന്റെ കൂട്ടുകാർ അതിന്റെ പ്രതികളെല്ലാം പോയത്. 5:30 ആയപ്പോൾ ഇവിടെ കടന്നു പോയത്. കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ നമ്മുടെ ഈ ടാപ്പിംഗ് കാരണം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത പ്രദേശം നേര്യമംഗലത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ. അതേപോലെ ഇപ്പൊ ഒരു രാത്രി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് രക്ഷപ്പെട്ടു. ആൾക്കാർ വെളുപ്പിനായിരുന്നെങ്കിൽ ഇവിടെ അടുത്ത റബ്ബർ തോട്ടത്തിൽ വല്ല ഇതിന് പോണ തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോഴാണെങ്കിൽ വൻ ദുരന്തം സംഭവിച്ചേനെ. ഇതൊരു ചെറിയ ദുരന്തം കിണറ്റിൽ ചാടിയതുകൊണ്ട് അത് സംഭവിച്ചു. എല്ലാവർക്കും കഞ്ഞി കയറി കുടിച്ചിട്ടാ പോകണമെന്ന് പറഞ്ഞാൽ കഞ്ഞിയും പേര് ഞങ്ങൾ ഇവിടെ വെക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഒരു പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ പോലും വല്ലാത്തൊരവസ്ഥയുണ്ട് ഇവിടെ. 6 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇങ്ങോട്ട് ഒരു വണ്ടി വരെയും വരില്ല. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിവിധി കാണുകയും ചെയ്യണം. എന്നിട്ട് ഈ സാധനം കൊണ്ടുപോയാൽ അതാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഇവർ ആദ്യമേ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇട്ടാണല്ലോ. അന്നേരം ഞങ്ങൾ തടഞ്ഞാൽ അവിടെ ഒരു JCB അടക്കം കൊണ്ടുവന്നാ കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അത് വേണ്ട. ഇവിടെ ഞങ്ങൾ ജനങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും തീരുമാനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തിട്ട്. അല്ല, ആനേനെ ഇവിടുത്തെ കൊണ്ടുപോകുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് ഇപ്പൊ ജനവാസ മേഖലയിൽ തന്നെ ഇവർ ഇനി ഇവിടെ മയക്കുവെടി വെക്കാതെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടാലും അവിടെ അക്രമശക്തമായ ആനയാണ്. ഇപ്പൊ നമ്മൾ സൗണ്ടുകൾ കേട്ടല്ലോ. അപ്പൊ ഇതിനായ ശാശ്വതമായ പരിഹാരം ഒന്നെങ്കിൽ ആനയെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇത് ചെയ്യുക, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യുക. അല്ലാതെ ഇവിടെ തന്നെ വിട്ട് ഇവർ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആന തിരിച്ച് ഇവിടെ തന്നെ വരും. കാരണം ജനങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമിച്ചാ തന്നെ ഇവിടെ അടുത്ത് തന്നെ ആനനെ ഉപദ്രവിച്ചു. ഇവിടെ ഒരു തോട്ടത്തില് ഈ മുഴുപ്പുള്ള തയ്യാളായിരുന്നു. ഒരു 2-2.5 ഏക്കറുള്ള സ്ഥലങ്ങളായിരുന്നു. ഒരാനേനെ ഉപദ്രവിച്ചിട്ട് ആനയാണ് പോയിട്ട് പിറ്റേ ദിവസം ഒരു 10-20 ഒരുമിച്ചാ വന്ന. ഇന്ന് ആ 2.5 ഏക്കർ സ്ഥലത്ത് ഒരു കുരുന്തോട്ടി മുളയ്ക്കാൻ ഈ ആന സമ്മതിക്കണം. അതേമാതിരിയുള്ള അവസ്ഥ ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഇതേവരെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരോടും അപേക്ഷ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആർക്കും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇതാണ് പറഞ്ഞത്. എല്ലാവരും ബാങ്കിലേക്ക് വരുന്നതിന് ഒരു നഷ്ടപരിഹാരം ഇതുവരെയും കൊടുത്തുള്ള എല്ലാം തരാന്ന് പറയെല്ലാം പറയും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ജനങ്ങൾക്കായിട്ടൊന്നുമില്ല. അതെ, ഫെൻസിങ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഇട്ടിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അതിൽ കൂടെ ലക്ഷങ്ങൾ മുടക്കി വനത്തിന്റെ സൈഡിൽ കൂടെ വഴി വെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഫോറസ്റ്റുകാർ കിടക്കുള്ള ഈ ടാറിൻ റോട്ടിൽ കൂടെ ഇതിൽ കൂടെ വന്നു പോകും. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇപ്പുറത്തേക്കൂടെ ടാറിൻ റോട്ടിൽ കൂടെ ഫോറസ്റ്റുകാർ കിടക്കും. അല്ലാണ്ട് ഒരു പ്രയോജനം. 2 വീലറുകൾ ആക്രമിച്ചിട്ടുണ്ട്, വീടുകൾ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ യജു പോയി. പരിഹാരം ഈ ആന വരാത്ത നാട്ടിലേക്ക് കടക്കാത്ത രീതിയിലുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ആന ഒരു 6 മാസം മുമ്പ് ഒരുത്തനെ ഓടിച്ച് വീഴ്ച് അവൻ 2 മാസം വീട്ടിലിരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ജോൽ എന്ന് പറഞ്ഞ ഒരാളെ ഹോസ്പിറ്റലിൽ വരെ പോയി സന്ദർശിച്ചിട്ടില്ല. അതിവിടെ അതെ സംഭവിച്ചിട്ട് ഇവര് ടൗണിലേക്ക് പോകണമായിരുന്നു. പോണ വഴിക്ക് ആന തിരിച്ചിങ്ങനെ വന്നു. ഇവര് ഓടിച്ചിട്ടിട്ട് പിന്നെ ഓടിച്ചാടി കാലൊക്കെ മുറിഞ്ഞ് 10-12 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ ജുവൽ. എന്നിട്ട് അത് ഒരാളും ഒരു തീരുമാനത്തിന് 10 പൈസ കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും വന്നില്ല. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ഇവിടെ? ഇപ്പം ഈ കിണറ്റിൽ ഇനി ഇത് ശരിയാക്കി എടുക്കുമെങ്കിൽ ഈ കിണറ്റിൻ്റെ ഈ ഉടമസ്ഥന് എന്ത് ചെയ്യണം? ശരിയാക്കി കൊടുക്കും. ഇവര് ശരിയാക്കാന്ന് പറഞ്ഞ് ഇവരങ്ങനെ പോകും.
പിന്നെ ആരും ഉണ്ടാവില്ല. ക്ലീൻ ചെയ്താൽ പിന്നെ വെള്ളം കുടിക്കാൻ കൊള്ളോ? എന്ത് ആന ചവിട്ടി കൊഴിച്ച് എന്ത് ചെയ്താലും ആ തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോകും. പിന്നെ ആരെ കാണില്ല. എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പാടില്ല, ഓരോരുത്തർക്ക് 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് 50,000 കൊടുത്ത് അത് തീർത്തു. എത്ര പേർക്ക് 50,000 രൂപ വെച്ച് കൊടുത്തു അല്ലേ? ആ, കൈ കൊടുക്കും. ഉണ്ട്. ഞങ്ങൾക്ക് വെള്ളം ഇത് അടിച്ച് നന്നാക്കി അത് തന്നെ ആ വെള്ളം ഇപ്പോൾ ഇവിടെ കുടിക്കാൻ എടുക്കില്ല. അപ്പോൾ അതിനെന്ത് സാക്ഷ്യം പറയാൻ ഒന്നാലും വേറെ കിണറോടെ കുടിക്കേണ്ടി വരും, അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയുള്ള 10 വീട്ടുകാർ ഈ ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പൈപ്പ് വെള്ളം ഇവിടെ വല്ലപ്പോഴും വന്നു മാവേലി വരുമ്പോഴാണ് ഇവിടെ പൈപ്പ് വെള്ളം വരുന്നത്. ആ രീതിയാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഈ പോർട്ടിലേക്ക്. ഇവിടുന്നാണ് ഈ ആന വന്നത്. ഇവിടെ ഒരു പെണ്ണ് കെട്ടാൻ പറ്റില്ല ആണുങ്ങൾക്ക്. അതുപോലെ അതേ സ്ഥിതിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആന വരുന്ന നാടാണ്. കല്യാണം നടക്കില്ല, ഒരു എന്തെങ്കിലും കുട്ടികൾക്ക് ലോൺ കിട്ടില്ല, വിദ്യാഭ്യാസ ലോൺ വരെ ഇല്ലാണ്ടായി. 73 രൂപ 75 രൂപ സെന്റിന് മേടിച്ച സ്ഥലം ഇപ്പൊ 20 രൂപക്ക് ആളില്ല. വെറുതെ കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. ആ, കാട്ടാന തന്നെ പ്രധാന വിഷയം. ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടോ പറമ്പില്? ഒരു കപ്പ കൃഷി ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അതല്ലേ ഇപ്പൊ എന്തോരം ചെറുപ്പക്കാർ പിള്ളേരെ പെണ്ണ് കെട്ടാണ്ടിരിക്കുന്നറിയോ? കിട്ടാനില്ല. ഓൾറെഡി ബുക്കിംഗ് ഉള്ള പാർട്ടിക്ക് കിട്ടും, അല്ലാണ്ട് ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ.